ഇതിലുണ്ട്. ഒരു ചില്ലി കാശ് കുറയാണ്ട് മേടിച്ചോണം. മനസ്സിലായോ നിനക്ക്? അച്ചാജി, എടോ, ആ മൂലക്കിരിക്കണ അച്ചാർ കുപ്പി മുഴുവൻ ചാറായ ഷാപ്പിൽ കൊടുത്താ മതി. സ്പെഷ്യലാ. അതെന്താ ചാറായ ഷാപ്പിനൊരു സ്പെഷ്യല്? അതെ, ഇന്നലെ അച്ചാർ വെച്ചിരുന്ന പൊട്ടിയ പറഞ്ഞി 2 പല്ലി വീണു. ഞാൻ തപ്പി നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ എല്ലാം കൂടെ കുത്തി ഇളക്കി അങ്ങ് വെച്ചു. ചാറായ ഷാപ്പിലാവുമ്പോ നമുക്ക് കുഴപ്പമില്ലല്ലോ. അത് നന്നായി, നമുക്ക് നഷ്ടം വേണ്ട. നീ എന്താണോ ഓക്കാനിക്കുന്നേ? ഗർഭമുണ്ടായിരിക്കുന്നോ? എടാ, ഇതുണ്ട്. സാറന്മാർക്കുള്ള ചോറും കൂടി കൊണ്ടുപോ. എന്താടാ, നീ ഒറ്റയ്ക്ക് ഇത്രയും തിന്നുവല്ലോ. വേഗം പോട്ടെ. പേടിച്ചു പോയി. അവിടുത്തെ എത്തിയോ? ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? എന്തൊക്കെയാ വിഭവങ്ങള്? ഒരു തട്ട് പച്ചരിച്ചോറ്, ഒരു ബക്കറ്റ് സാമ്പാർ, ഒരു കലം വളിച്ച മോര്. ഇതല്ലാതെ വേറെ എന്തുണ്ടാവാനാ സാറേ? സ്പെഷ്യൽ എന്താണോ? 6 പപ്പടം 3 രൂപ, മോർ 1 രൂപ, അച്ചാറ് 25 പൈസ. കോവളം അച്ചാറിന് വില കുറഞ്ഞിരിക്കുന്നു. എന്ത് പറ്റിയടോ കൊയിലാളെ? എന്റെ പൊന്ന് സാറേ, വിഷമിപ്പിക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കരുതേ. ആ കാശിങ്ങനെ 4 ഉണക്ക പപ്പടത്തിനും പുളിച്ച പോരിനും ബില്ല് കൊടുത്തയക്കുന്ന ഏതെങ്കിലും ഭാര്യമാർ ഈ പൂമുഖത്ത് എവിടെയും കൊണ്ടോടൂ. 4 രൂപ 25 പൈസ കൊണ്ടുപോയി കൂടെ. സാറേ, ഇത് കമ്പനികൾ തമ്മിലുള്ള ബിസിനസ്സാണ്. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? പിന്നെ ഈ 2 കൊച്ചു പാത്രങ്ങൾ തകർത്ത് വെച്ചിട്ട് പൊക്കൂ. ഇതിനടുത്ത് പൊക്കാനുള്ള ത്രാണി എനിക്കില്ല. നിങ്ങൾ എന്താ ഈ കാട്ടുന്നത്? ഒരുപാട് ചീഞ്ഞു പോയി കൊച്ചമ്മേ. എന്താ ചീഞ്ഞാല്? ഒന്ന് ഉടച്ചൊഴിച്ചാൽ നല്ല കൊഴുപ്പ് കിട്ടും. പുഴു കാണും കൊച്ചമ്മേ. വെളുത്തുള്ളി കൂടി ചേരുമ്പോ അറിയാൻ പറ്റില്ല. നിങ്ങൾ ഇതുകൂടി ഇട്ടൊന്ന് വഴട്ട്. കഴിഞ്ഞല്ലോ ചേച്ചി? പപ്പടത്തിന് ഇനിയും വില കൂട്ടണം എന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് മുതൽ വരുന്നില്ല കോമളം. അപ്പൊ പപ്പടം കഴിക്കുന്നവരുടെ എണ്ണം കുറയുമല്ലോ. എന്നാലും പപ്പടത്തിന് വില കൂടുമല്ലോ. ഈ പണ്ടാരം കൂർക്കൻ എവിടെ പോയി കിടക്കുന്നു? കുരിശുമൂടെ കുരിശുമൂടെ കുരിശുമൂടെ, കുരിശുമൂടെ കുരിശുമൂടെ കുരിശുമൂടെ, ഒരാൾക്ക് 2 രൂപ, ഒരാൾക്ക് 2 രൂപ. കുരിശുമൂടെ, കുരിശുമൂടെ 1 രൂപ വരെ. 1 രൂപ മതി. പക്ഷെ പാതി വഴിയിൽ ഇറങ്ങിക്കോണം. ഓരോന്ന് കുറ്റിയും പുറത്തോട്ട് പോയി പോ. ആണിരോഗ ചികിത്സയ്ക്കായി മുൻ മന്ത്രി ആദി കിഷൻ ശർമ്മ അമേരിക്കയിലേക്ക്. ക്രിക്കറ്റിൽ ഇന്ത്യക്ക് മന്ത്രിമാർക്ക് ആണിരോഗം വന്നാലും അമേരിക്കയിലാണ് ചികിത്സ. ഈ ഫോട്ടോയിൽ കാണുന്ന ബോംബെ സിറ്റി ഗുണ്ട് എന്നറിയപ്പെടുന്ന ത്രിവിക്രമനെ എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് 10,000 രൂപ പാരിതോഷികം നൽകും. 5 അടി 7 ഇഞ്ച്, വെളുത്ത നിറം, കറുത്ത മുടി. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഈ ഫോൺ നമ്പറിൽ വിവരം അറിയിക്കുക. മനസമാധാനമായിട്ട് എന്നെ ഇവിടെ കഴിയാൻ നീ അനുവദിക്കില്ലല്ലേടാ. എന്റെ ഗണപതി ഭഗവാനെ, 35 പൈസയ്ക്ക് വേണ്ടി ഫയലെല്ലാം തപ്പിയെടുക്കുമ്പോൾ ആ ബോംബ് ഭീഷണി ഇക്കണക്കിന് പോയാ അടിയൻ കൊഴയിലേ. ഭഗവാനെ, ദിവസം ചെല്ലുന്തോറും അവിടത്തേക്ക് ഡ്യൂട്ടി കൂടി വരിക. ഇതുവരെ പൈമാരെ ഒതുക്കാൻ വേണ്ടി മാത്രമേ അടിയൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ ആ ബോംബെക്കാരൻ കശ്മീരിലേക്ക് കൂടി എന്റെ മുന്നിലേക്ക് ചാടിക്കാതിരിക്കാൻ അവിടെ നിന്ന് നോക്കണേ. 2 ആവശ്യത്തിന് 2 തേങ്ങ ഉടക്കേണ്ടതാ. തേങ്ങയുടെ താങ്ങുവല അടിയിൽ താങ്ങാൻ വയ്യായേ. അതുകൊണ്ടാണ് ഈ 1 തേങ്ങ. ക്ഷമിക്കണേ. മഴ വരുന്നുണ്ടല്ലോ കോമളം. എന്റെ പപ്പടം ഈശ്വര, കല്യാണ വീട്ടുകാർ എന്നെ കൊല്ലുമല്ലോ. ഞാൻ എന്ത് ചെയ്യും? എന്റെ ദൈവമേ, മഴ വരല്ലേ ഈശ്വര. ഇതാര്? കേശവനോ? കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. എന്തുണ്ട് വിശേഷം കേശവ? എനിക്കെന്ത് വിശേഷം? ഒരൊറ്റ തടി, ഒരു ചാൻ വയറ്. ഞാൻ എപ്പോഴും കേശവനെ ഓർമ്മിക്കും. ഓഫീസിൽ നമ്മുടെ സാറന്മാർ എങ്ങനെയുണ്ട് ചേട്ടാ? അയ്യോ, എങ്ങനെ ഉണ്ടെന്നു? നല്ല തങ്കപ്പെട്ട പെരുമാറ്റം, കാര്യപ്രാപ്തി, ഉദാര മനസ്കത. ചുരുക്കി പറഞ്ഞ മാവേലിത്തമ്പരാമ്പട്ട് നാട് വാണിരുന്ന പോലെയാ. അവരുടെ കാര്യം പറയുമ്പോ എന്റെ രൂപം എഴുതേക്കും. കണ്ടോ? ചേട്ടനെ പറ്റി അവർക്ക് നല്ല മതിപ്പാ. എപ്പോഴും പറയും. നാമക്കുറങ്ങൻ, എടാ ചിരട്ട തലയാ, സോറി മരമാക്രി, വെള്ള പന്നി.
ഉവ്വ് അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നാ ഞങ്ങൾ പോട്ടെ കേശവ, വീട്ടിൽ ഒരുപാട് പണിയുണ്ട്. പോട്ടെ ഏട്ടാ. മാവേലി തമ്പുരാൻ, അവന്മാരെ ചവിട്ടി താഴ്ത്താൻ എന്നെ ഒരു വാമനാക്കണേ ഭഗവാനെ. അവരുടെ മുമ്പ് വെച്ച് പറഞ്ഞതെല്ലാം വലത്തേ ചെവി കൂടെ കേട്ട് ഇടത്തേ ചെവി കൂടെ പുറത്ത് കളയണേ. അവന്മാരുടെ നെഞ്ചിക്കേറി പൊങ്കാലയിട്ടിട്ട് വേണം എനിക്കൊന്ന് കളിക്കാൻ. അച്ചാർ ഭരണിക്കുള്ളിൽ വീണോ ഇവർ? കാണാനില്ലല്ലോ പണ്ടാർ. നമ്മൾ ആനന്ദപ്പൈ നിർത്തൻ ഇവിടെ ജീവനോടിരിക്കുന്ന കാര്യം വിചാരം വേണം. ആ വിചാരം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. എടീ, നീ ഇന്നെങ്കിലും ഇവിടെ വന്ന് കിടക്കൂ പണ്ടാറം. അയ്യോ വേണ്ട, നമ്മളെ അച്ചാറ് മണക്കും. അന്ന് നമ്മളൊരു തമാശ പറഞ്ഞതല്ലേ നിന്നെ അത്തറാണ് മണക്കുന്നത്. പിണക്കം തീർന്നല്ലോ. ഇന്ന് നമ്മൾ ഇവിടെ കിടക്കും. അയ്യടാ, വയസ്സായി, നിങ്ങൾക്ക് ഒരു വിചാരമില്ല. നിങ്ങൾക്ക് പ്രായം അത്രയൊന്നും ആയിട്ടില്ല. പഴകും തോറുമാണ് അച്ചാറിന് രുചി. മനസ്സിലായോ കോമളം? പിന്നെ നിങ്ങളുടെ ഈ അർത്ഥം വെച്ചുള്ള നോട്ടവും സംസാരവും ഒന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോയി ഇരുന്നാ മതി. രാവിലെ ഞാൻ ചന്തയിൽ ചെന്നില്ലെങ്കിലേ കടക്കാരൻ ചീഞ്ഞതെല്ലാം കൂടി പെരുക്കി ഓടയിൽ കളയും. പിന്നെ ഞാൻ ഓടേന്ന് പെരുക്കി എടുക്കേണ്ടി വരും. തിരുമൽ ദേവാ, ഇങ്ങളെ ചന്തയിൽ പോണെങ്കിൽ നമ്മളെയും ചീഞ്ഞ് ചീഞ്ഞ് ഓടയിൽ കളയേണ്ടി വരും. അതിന് ഇത്രയും വലിയ ഓട എവിടെ ഇരിക്കുന്നു? വായടക്ക് സാങ്കിലേ. സാരമില്ല, ഞാൻ കുറച്ച് കളയാം. അയ്യോ എന്റെ പൊന്നല്ലു, നിനക്കൊന്ന് കുളിച്ച് സുഖമായിട്ട് നല്ല വസ്ത്രം എടുത്ത് ഇവിടെ കിടന്നുറങ്ങിക്കൂടെ? ഞാൻ രാവിലെ കുളിച്ചതാ. എപ്പോഴും എപ്പോഴും കുളിക്കാൻ സോപ്പിന് എന്താ വില? ദേ, നമ്മൾക്കൊരു കാര്യം കേൾക്കണം. എന്താ? അയ്യോ, നാണ് പറയുന്നില്ലേ? ഞാൻ പറയില്ല. പറഞ്ഞ നമ്മൾ അത് പോയി ആനന്ദനോട് പറഞ്ഞ് പിന്നെ അത് വഴക്കായി. അയ്യോ നമ്മളില്ലേ, നീ കൈ തന്നെ. തിരുമൽ ദേവനാണ് സത്യം. നമ്മുടെ കോമളമല്ലേ 6 ദിവസമായി കുളിച്ചിട്ട്. ഞാൻ ദിവസവും കുളിക്കും. എന്റെ തിരുമൽ ദേവാ, എടീ പപ്പടേ, ഭാര്യ പറഞ്ഞ കുടുംബത്തിലെ നിലവിളക്ക. ഐശ്വര്യമായിട്ട് ഉടുത്തൊരുങ്ങി നിന്നാലേ പെണ്ണ് പെണ്ണാവൂ. അല്ലാതെ ചാണകവും പൂശി മുളകോടും പൂശിയിട്ടല്ല കിടക്കയിൽ വന്ന് കിടക്കുന്നത്. മനസ്സിലായ? പാവം ആനന്ദൻ, അവന്റെ ഒരു ജീവിതം പോയി. എന്റെ അപ്പ എന്റെയോ? ആരാ ആരാ? ഞാനാ. ആരാണെന്നാ ചോദിച്ചേ? ഞാനെന്നല്ലേ പറഞ്ഞത്? ഞാനെന്ന് പറഞ്ഞ ഗുണ്ട്. ഓ, എന്റെ ദൈവമേ. അച്ഛൻ പേടിച്ചു പോയി അല്ലേ? നീയോ? എടാ, നിന്റെ കാല് ഭൂമി തൊട്ടപ്പം മുതൽ ഞാൻ പേടിച്ചാടാ ജീവിക്കുന്നത്. അച്ഛൻ എന്നെ കുറിച്ച് നല്ല മതിപ്പല്ലേ? എന്തിനാടാ വിക്രമ നീ എന്നെ ആക്രമിക്കാൻ വന്നത്? ആക്രമിക്കാൻ വന്നതല്ല അച്ഛാ, വിശ്രമിക്കാൻ വന്നതാ. എടാ, ബോംബെയിലെ ജുഹു ബീച്ചിൽ അത്യാവശ്യം കാറ്റും വെളിച്ചം ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നിന്നെ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ബോംബെയിലെ കാറ്റിനിപ്പോ രക്തത്തിന്റെ രൂക്ഷ ഗന്ധമാണ്. ഒന്നല്ല 3 തലകളാ ഒരുമിച്ച് വെട്ടിയത്. എന്നാ അതെ, ഇതുകൂടി അങ്ങ് വെട്ടിയെടുത്തിട്ട് മക്കളെ പോയി വിശ്രമിച്ചു. അയ്യേ, കക്കൂസ് കുത്തി പൊളിച്ച് കള്ളനാവുന്നതല്ല ഈ ത്രിവിക്രമൻ. വെട്ടുന്നുണ്ടെങ്കിൽ വിലയുള്ള തലകളെ വെട്ടു. എന്നാ നിനക്ക് അത്ര ചുണയുണ്ടെങ്കിൽ ആ 2 പൈമാരുടെ തല വെട്ടിയിട്ട് വാ. ചേച്ചേ, നാണക്കേട്. ബോംബെ അധോലോക നായകനായ ത്രിവിക്രമൻജിയുടെ പിതാവായ താങ്കൾക്ക് 2 ഊശാന്തല ഒതുക്കാൻ കഴിയുന്നില്ല എന്നത് ലജ്ജാകരം തന്നെ. പുളുത്തും 59-ലെ വെള്ളപ്പൊക്കത്തിൽ ഒളിച്ചുപോയ നിന്റെ അപ്പൂപ്പൻ വിചാരിച്ചാൽ നടക്കില്ല. പിന്നെ ഈ ഞാഞ്ഞൂല് പോലത്തെ നീ ഞാനും. ശബ്ദമുയർത്തി സംസാരിക്കരുത്. ഏത് നിമിഷവും എന്നെ തേടി പോലീസ് വരാം. എടാ കാലമാടാ, പോലീസിന്റെ കണ്ണുവെട്ടിച്ച് എങ്ങനെയാടാ നീ ഇവിടെ എത്തിയത്? അതൊരു നീണ്ട കഥയാണ്, എല്ലാം പിന്നാലെ പറയാം. ഏതായാലും ഞാൻ ഉടനെ ഇവിടം വിട്ട് പോകാൻ പോകുന്നില്ലല്ലോ. ചോദിച്ചോ? തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി വേണേ ഞാൻ തരാം. അച്ഛൻ അറിയോ, ബോംബെ അണ്ടർവേൾഡിൽ നിന്നും ജീവൻ പണയം വെച്ചാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അത്രയല്ലേ ഉള്ളൂ.
എന്റെ അണ്ടർവെയർ പോലും ആ പൈമാർക്ക് പണയം വെച്ചിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഛി, എന്റെ ഗണപതി ഭഗവാനെ, ഇക്കണ്ട കാലം ഇത്രയും ഞാൻ തേങ്ങ ഉടച്ചത് വൃഥാവിലായല്ലോ. വരാനുള്ളത് വഴിത്തെങ്കയിലാന്ന് പറയുന്നത്. നിൽക്കുന്നു. എനിക്ക് സ്ട്രോബെറി ഇഷ്ടം. നാളെ മേടിച്ചു തരാം. എന്നും സ്ട്രോബെറി മേടിച്ചു തരുമോ? എന്നും എന്റെ കൂടെ വന്നാൽ എന്നും മേടിച്ചു തരാം. എന്നും ഐസ്ക്രീം വാങ്ങിക്കാൻ എവിടുന്ന എത്രമാത്രം കാശ്? ഹലോ, എന്താണ് മോനെ ലാവിഷായിട്ട് ഐസ്ക്രീം ഒക്കെ ആയിട്ട്? കാശുണ്ടാ കാശുണ്ടാ. നീ എനിക്ക് ഇട്ട് പാര വല്ലാതെ ഒന്ന് മതി മതി. എവിടുന്ന് കിട്ടി ഈ കമ്പനി? പിന്നെ ഇവന്റെ കൂടെ നടക്കുന്നത് സൂക്ഷിച്ചു വേണം കേട്ടോ. ബെസ്റ്റ് വിഷസ്. ഗംഗാരൻ 400 രൂപ. അല്ല ഗംഗാധര എണ്ണുന്നില്ലേ? ഇനി എന്നെയാ നോട്ടിലെ മഷി ഇളകിപ്പോകും സാർ. കൃത്യശമ്പളം കൃത്യസമയത്താണ്. അതാണ് പൈ പോളിസി. രാധയ്ക്ക് എത്രയാ കൊടുക്കേണ്ടത്? മൊത്ത ശമ്പളം 375 രൂപ. പേപ്പർ കീറിയ വകയിൽ 98 രൂപ 60 പൈസ. ബാക്കി 164 രൂപ 40 പൈസ. സാറേ, ഈ മാസം ശമ്പളം മുഴുവൻ വേണം. കുട്ടി കീറിയ പേപ്പറിന്റെ നഷ്ടം ആര് തരും? ഞാനല്ലേ പേപ്പർ കീറിയത്. പിന്നെ ആരാ കീറിയത്? ആ തല്ലിപ്പൊളി മെഷീനാ. തല്ലിപ്പൊളി മിഷനോ? കുട്ടി, ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ ഈ സ്ഥാപനത്തിന്റെ ഹൃദയമാണ് ആ പാവം മിഷൻ. ആ മിഷന്റെ മുഖത്ത് നോക്കി തല്ലിപ്പൊളി എന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയം നൊന്തു. തന്റെ ഹൃദയം നൊന്തോ? കുട്ടി, ആ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത പെൺകുട്ടികൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും നന്നായിട്ട് ടൈപ്പ് ചെയ്യുന്ന അറിയാമോ? എനിക്ക് വിശദീകരണം ഒന്നും കേൾക്കണ്ട. ഈ മാസം മുഴുവൻ ശമ്പളം വേണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? കുട്ടി കീറിയ പേപ്പറിന്റെ നഷ്ടം നമ്മൾ സഹിക്കണോ? എനിക്ക് തരാനുള്ള കാശ് തരുന്നുണ്ടോ? അതോ കീറിയ പേപ്പറിന്റെ കാശ് തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മനസ്സിലല്ലേ? ഇല്ല. എന്നെ മാത്രം എന്തിനാ? കുട്ടിയെ ഞാൻ തിരിച്ചു വിട്ടിരിക്കുന്നു. അയ്യടാ, നിങ്ങളെ പോലുള്ള നക്കിയുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ഭേദം ചെറിയ പോയി തെണ്ടുന്നതാ. പോയി തണ്ടു നീ. അതിക്രമം കാണിക്കരുത് കുട്ടി. സാറുമാരുടെ മര്യാദയ്ക്ക് പെരുമാറും. അപ്പൂപ്പന്മാരുടെ പ്രായമില്ലേ? ഇല്ലേ, താൻ എന്ത് ചെയ്യടും? ധൈര്യമുണ്ടെങ്കിൽ ഇനി ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ വിവരം അറിയാം. ആഹാ, തെണ്ടികള്, തെണ്ടികള്, തെണ്ടി പരീക്ഷകള്. കുട്ടി, ഒന്ന് നിൽക്കൂ. ഇനി തനിക്കെന്താ വേണ്ടത്? യോ, എനിക്കൊന്നും വേണ്ടായേ. നീ മിടുക്കിയാടി. എനിക്ക് തൃപ്തിയായി. 10-20 വർഷമായിട്ട് ഞാൻ വിളിക്കാൻ ഉദ്ദേശിച്ചതാ നീ വിളിച്ചത്. നീ എവിടെ പോയാലും നന്നാകും. നല്ല ഒന്നാം തരം തെറി. കൊടുത്തു കൊടുത്തു. എന്ത്? ചപ്പക്കുട്ടിക്കിന്റെ അടി. എന്നിട്ട് ഞാൻ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ഞാൻ തന്നെ കേട്ടിട്ട് ഞെട്ടിപ്പോയി. അതൊക്കെ പോട്ടെ കേശവ, നമുക്ക് എന്തായാലും പുതിയൊരു ടൈപ്പിസ്റ്റ് വേണം. 375 രൂപയ്ക്ക് എവിടെ നിന്ന് കിട്ടാനാ സാറേ ടൈപ്പിസ്റ്റിനെ? ഒരു 380 രൂപ കൊടുക്കാം സാറേ. അത് കൂടുതലായി പോയോ? 10 100 കൂടുതൽ കൊടുത്താലും വേണ്ടില്ല. ഒരെണ്ണത്തിന് കെട്ടിയെടുക്കാനെന്താ? ഞാൻ ശ്രമിക്കാം. ഇതിനെ തന്നെ കിട്ടിയത് എങ്ങനെയെന്ന് എനിക്കല്ലേ അറിയൂ. താൻ എന്തെങ്കിലും പറഞ്ഞോ? അടുത്തത്